വൈകുന്നേരമായപ്പോൾ ആദിയുടെ കാർ വീട്ടിലെത്തി. അത് മനസ്സിലാക്കിയതും വൈശാലി താഴേക്കിറങ്ങി ഓടി. ആദിയുടെ കൂടെ വരുന്ന ആളെ കണ്ടതും വൈശാലി ഒരു വേള പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം അവിടെ കരങ്ങേറിയ കാഴ്ച കണ്ടതും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശ! അവൾ അയാൾക്കടുത്തേക്ക് നടന്നെടുത്തതും പെട്ടെന്ന് കാറിൻ്റെ പിൻവാതിൽ തുറന്നു. അവൾ സംശയത്തോടെ അവിടേക്ക് നോട്ടം തെറ്റിച്ചു. ഒരു കന്യാസ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. അവരുടെ കയ്യിലൊരു കുഞ്ഞു ഭദ്രമായി അവരുടെ മാറിൽ പറ്റിച്ചേർന്നുണ്ടായിരുന്നു. മരിയ മോള്! വൈശാലി വിശ്വാസം വരാത്തതുപോലെ ആദിയെ നോക്കി. അവൻ മെല്ലെ കണ്ണുകൾ അടച്ച് കാണിച്ചു. വൈശാലി വേഗം ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി. അവൾ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. നിറഞ്ഞ മിഴിയാലെ അവൾ മരിയ മോളെ ചുംബിച്ചുകൊണ്ടിരുന്നു. നഷ്ടമായ മാണിക്യം തിരികെ കിട്ടിയ അവസ്ഥയായിരുന്നു അവൾക്ക്. താൻ സുരക്ഷിതയാണെന്ന ബോധം ആ കുഞ്ഞു ഹൃദയത്തിന് മറയുന്നുണ്ടായിരുന്നു. മരിയമോളുടെ ചുണ്ടിലൊരു ഇളം പുഞ്ചിരി പ്രത്യക്ഷമായി. ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ സീതയും മുത്തശ്ശനും റാമും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡാ കുഞ്ഞാ, ഏതായ കുഞ്ഞ്? സീത ചോദിച്ചതും ആദ്യ ശാന്തമായി അവരെ ഒന്ന് നോക്കി. ഒക്കെയും പറയാം അമ്മ. അതിനു മുന്നേ എനിക്ക് സംസാരിക്കാനുള്ളത് മുത്തശ്ശനോടാണ്. മുത്തശ്ശൻ അവനെ ഒന്ന് പാളി നോക്കി. മുത്തശ്ശ, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ മുത്തശ്ശൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കുഞ്ഞ്, അതിന് ഞാൻ പറഞ്ഞ മറുപടിയൊക്കെയും വീട്ടിൽ ചെന്നിട്ട് പറയാമെന്നായിരുന്നു. ആദ്യേട്ടാ, വൈശാലി അവൻ പറയാൻ പോകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയതുപോലെ അവനെ വിളിച്ചു. നോക്ക് വൈശു, നമ്മൾ സത്യം മറച്ചു വയ്ക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. സോ ഞാനൊക്കെയും തുറന്ന്... അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വൈശാലി അവനെ വിളിച്ചു കൊണ്ടുപോയി. ഒടുവിൽ തന്നോട് ചേർന്നുറങ്ങുന്ന കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി അവൾ അവന് നേരെ തിരിഞ്ഞു. ആദ്യേട്ട, ഇപ്പോൾ സത്യം മുഴുവൻ പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശനിൽ നിന്നും മറ്റൊരു ചോദ്യം ഉയർന്നു വരും. കണ്ണേട്ടൻ, ഞാൻ എന്തു പറയും? അവൾ നിറഞ്ഞ മിഴിയാലെ അവനെ നോക്കി. വൈശു, നിനക്കറിയാത്ത ചില കഥകൾ കൂടി നിൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ ഏട്ടത്തെ അമ്മ ആരെന്ന് നിനക്കറിയാമോ? അവരുടെ അച്ഛൻ, അമ്മ, ഫാമിലി, അങ്ങനെ എന്തെങ്കിലും? അവൾ ഓർത്തു നോക്കി. ഏട്ടൻ്റെ മരണശേഷം സമനില തെറ്റിയ ഏട്ടത്തിയോട് താനൊന്നും ചോദിച്ചിട്ടില്ല. അതിനുള്ള അവസരം അവൾക്ക് കിട്ടിയിരുന്നില്ല. ഏട്ടൻ ജാൻവി എന്ന് അവസാനം പറഞ്ഞതുകൊണ്ട് മാത്രം തനിക്ക് പേര് മനസ്സിലായി. പിന്നെ ഏട്ടൻ്റെ പഴയ ഡയറിയിൽ നിന്നും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും. അല്ലാതെ ഫാമിലിയോ പേരൻസോ അങ്ങനെ ഒന്നും അതിലില്ലായിരുന്നു. അറിയോ? അവൻ്റെ ചോദ്യം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. ഇല്ല. അവൾ നിസ്സഹായതയോടെ തലയാട്ടി. എന്നാൽ കേട്ടോ, അതൊരു കാലത്ത് എൻ്റെ എല്ലാമായിരുന്ന ജാനിയായിരുന്നു. ഞങ്ങളുടെ ജാൻവി, സമീറ ആൻറ്റിയുടെ ശ്രാവണങ്കളിൻ്റെയും മകൾ. ആദ്യമൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ശേഷം സമാധാനമായി ഉറങ്ങുന്ന മരിയ മോളിലേക്ക് കണ്ണുകൾ ചലിപ്പിച്ചു. ഇന്ന് അവളുടെ അമ്മയുടെ പേരിൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടു ജാനിയുടെ ഫോട്ടോ. ഇനി അവളില്ലെന്ന സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വൈശാലി. എൻ്റെ കൂടെ അല്ലെങ്കിലും സന്തോഷമായി മറ്റേതോ നാട്ടിലുണ്ടെന്ന് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷേ... ആദിയുടെ മിഴികൾ നിറഞ്ഞു. അവനിൽ നഷ്ടപ്രണയത്തിൻ്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ലെന്ന് വൈശാലിക്ക് തോന്നി. അവൻ്റെ തോളിൽ അവൾ കൈകൾ വെച്ചു. ഒന്നും മിണ്ടാതെ ഒരു കുഞ്ഞിനെ പോലെ അവളുടെ മാറിലേക്ക് അവൻ തല ചായ്ച്ചു. അവനിലെ കണ്ണുനീർ തുള്ളികൾ അവളുടെ നെഞ്ചു പൊള്ളിക്കുന്നുണ്ടായിരുന്നു. വൈശാലി അവൻ്റെ മുടിയിഴകളിൽ കൂടി വിരലുകളാൽ തലോടി. ആ നിമിഷം അവളിൽ ഉണ്ടായിരുന്നത് മാതൃത്വമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആദ്യം അവളിൽ നിന്നും വിട്ടുമാറി. എല്ലാം എനിക്ക് എല്ലാവരോടും തുറന്നു പറയണം വൈശു. കുറച്ചുകൂടി കഴിഞ്ഞാൽ ജാനിയുടെ പേരൻസ് വരും. അവരോടെല്ലാം പറയണം. ഇല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഇത്. ഇനി വരുന്നത് എന്ത് നേരിടാൻ വൈശാലിയും തയ്യാറായിരുന്നു. പുറത്ത് പതിവില്ലാതൊരു കാർ വന്ന് നിന്നതറിഞ്ഞതും റാം ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. 1 വർഷത്തിന് ശേഷമാണ് സമീറയും ശ്രാവണും നാട്ടിലേക്ക് വരുന്നതെന്ന് അവൻ ഓർത്തു. രണ്ടാൾക്കും പ്രായമേറിയതുപോലെ അവന് തോന്നി. ഹായ് സമീറ, ശ്രാവൺ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. റാം അവരെ രണ്ടുപേരെയും ആലിംഗനം ചെയ്തു. സമീർ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു. അവളിൽ നിന്നും പ്രസന്നവതിയായ എന്തിനേയും നേരിടാനുള്ള ശക്തിയുള്ള പെണ്ണ് മൺമറഞ്ഞു പോയതായി റാമിന് തോന്നി. എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? ആദ്യം എവിടെ? ശ്രാവൺ ചോദിച്ചതും റാം ഉള്ളിലേക്ക് വിരൽ ചൂണ്ടി. അവൻ്റെ വിവാഹം കഴിഞ്ഞുവല്ലേ? ആളിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. അതിന് നിങ്ങൾ നാട്ടിലില്ലായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെ എത്തി? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ നാട്ടിലെത്തി. സമീറയെ ഒരു ഡോക്ടറെ കാണിക്കണമായിരുന്നു. റാം എന്തോ ചോദിക്കാനായി വന്നതും സീത അവരെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ശ്രാവൺ? അവളുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു. എടാ, നീ എപ്പോഴെത്തിയത്? അകത്തേക്ക് വാ രണ്ടാളും. സീത സമീറയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു.
വീടിനകത്തേക്ക് കയറുമ്പോഴേ സമീറയുടെ ഉള്ളിൽ തനിക്ക് പ്രിയപ്പെട്ടത് എന്തോ ഇവിടെ ഉണ്ടെന്ന തോന്നൽ ഉണർന്നു. അവളുടെ മിഴികൾ ആ വീടിൻ്റെ മുക്കിലും മൂലയിലും പരതി നടന്നു. സീത അവളെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുക്കാൻ പോയി. അപ്പോഴേക്കും മുകളിൽ നിന്നും വൈശാലി ഇറങ്ങി വന്നു. വന്നവരുടെ കണ്ണുകൾ അവളിൽ തറഞ്ഞു. ശ്രാവൺ, ദേ ഇതാണ് ഞങ്ങളുടെ മകൾ. റാം വൈശാലിയെ നോക്കി പറഞ്ഞു. വൈശാലി അവിടേക്ക് നോക്കിയതും ഞെട്ടിത്തരിച്ചു നിന്നു. സമീറയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. പണ്ടെപ്പോഴോ കണ്ടു മറന്ന മുഖമായി സമീറയ്ക്ക് തോന്നി. ഡോക്ടർ, വൈശാലി വിളിച്ചു. അപ്പോഴേക്കും അവൾക്ക് ഓർമ്മ വന്നു. 1 വർഷം മുമ്പ് താൻ പുറത്ത് ഇതുവരെ പറയാത്ത ഒരു പോലീസ് ഓഫീസറുടെ മരണവും അയാളെ മറവ് ചെയ്യാൻ താനും ജീവനും പെട്ട പാടും. അന്ന് വൈശാലിയുടെ മാനസികാവസ്ഥ അവർ നേരിട്ട് കണ്ടതായിരുന്നു. വൈശാലി, അവരൊരു ചോദ്യഭാവത്തിൽ അവളെ നോക്കി. സമീറ ആൻറ്റി എപ്പോൾ എത്തി? ആദ്യം അവരെ ഇറുകെ പുണർന്നുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളടാ. ഇതാണോ നിന്റെ വൈഫ്? അതെ ആൻറ്റി, വൈശാലി, വൈശു. ഇത് ജാനിയുടെ അമ്മ. വൈശാലിയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. അവൾ ആദ്യം നോക്കി. അവൻ അതിന് ബദലായി അവളുടെ കരം കവർന്നു. അങ്കിൾ, ആൻറ്റി, രണ്ടാളോടും വരാൻ പറഞ്ഞതൊരു പ്രധാന കാരണമുണ്ട്. അതിനു മുമ്പ് ഒരാൾ കൂടെ വേണം. വൈശാലി, മുത്തശ്ശനെ വിളിക്ക്. എന്താ ആദി, നീ ഒന്ന് തെളിച്ച് പറ. റാം അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഡാഡി, പറയാം. മുത്തശ്ശൻ ഹാളിലേക്ക് ഇറങ്ങി വന്നതും ആദ്യം അവരെ എല്ലാവരെയും ഉറ്റുനോക്കി. ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും സമാധാനത്തോടെ കേൾക്കണം. എന്താ മോനെ, മോൻ പറയേ. വൈശാലി, നീ പോയി മരിയ മോളെ എടുത്തിട്ട് വാ. അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ വീണ്ടും നോക്കി. ഇത് വേണോ ആദ്യേട്ടാ? അവളുടെ നോട്ടത്തിൻ്റെ പൊരുൾ അവന് മനസ്സിലായി. അവൻ വേണമെന്ന് തലയാട്ടി. മുത്തശ്ശ, ഇന്ന് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ കൊച്ചുമോൻ്റെ കുഞ്ഞിനെയാണ്, നിങ്ങളുടെ കണ്ണൻ്റെ കുഞ്ഞിനെ. മുത്തശ്ശൻ്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. ചുണ്ടുകൾ വിറ പൂണ്ടു. കണ്ണൻ്റെ മാത്രം കുഞ്ഞല്ല, നമ്മുടെ ജാനിയുടെയും. അവൻ പറഞ്ഞു നിർത്തി. സമീറയുടെ കണ്ണുകൾ ചുവന്നു. നമ്മുടെ ജാനിയോ? നീ മറന്നോ ആദി? അവൾ മരിച്ചു. നമ്മൾ ഓരോരുത്തരെയും അവൾ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാക്കിയില്ലേ? എല്ലാം നീ മറന്നോ മോനെ? എനിക്കൊരു മോനെ ഇപ്പോൾ ഉള്ളൂ, ജീവൻ. അവനെ ഞങ്ങൾക്ക് കിട്ടുമോ എന്നറിയില്ല. അവൾ ഒറ്റ ഒരുത്തി കാരണം കള്ളും കഞ്ചാവും മയക്കുമരുന്നുമായി എൻ്റെ മോനിപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ. അവളെ സ്നേഹിച്ചു എന്ന ഒറ്റ കുറ്റത്തിനല്ലേ ഇവൻ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഇപ്പോൾ ഈ കൊച്ചിനെ കാണിച്ചിട്ട് കുടുംബത്ത് കയറിപ്പറ്റാൻ വന്നതാവും. എന്തേ വിളിച്ചുകൊണ്ട് പോയവൻ്റെ ആവശ്യം കഴിഞ്ഞോ? പിന്നെ എന്തിനാ അവളെ സ്നേഹം നടിച്ച് കൊണ്ടുപോയത്? ഇതൊക്കെ തന്നെ ആവില്ലേ ഇവരുടെ ലക്ഷ്യം? സമീറ ആൻറ്റി, ഒരക്ഷരം നിങ്ങൾ എൻ്റെ ഏട്ടനെ പറ്റി മിണ്ടരുത്. നിങ്ങളെ മോളെ ജീവന് തുല്യം സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആ പാവം. എൻ്റെ ഏട്ടനല്ല, ഏട്ടത്തിൽ തന്നെ പിറകെ നടന്ന് സ്നേഹം പിടിച്ചു വാങ്ങിയത്. എൻ്റെ ഏട്ടൻ്റെ കൂടെ ഒന്നും പറയാതെ ഇറങ്ങിച്ചെന്നത് ഏട്ടത്തെയാണ്. ഏട്ടൻ പറഞ്ഞത് തന്നെയാണ് തിരികെ പോകാൻ. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ കൈ കൊണ്ട് ഒരു താലി ആ കഴുത്തിൽ വേണമെന്ന് വാശിയായിരുന്നു ഏട്ടത്തിക്ക്. നിങ്ങൾ ഓരോരുത്തരോടും എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂടെ കൂട്ടാൻ ഏട്ടൻ വരുമായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു താലി കെട്ടിയതും കൂടെ കൂട്ടാതെ ഏട്ടത്തിയെ ഏട്ടൻ തിരികെ കൊണ്ടാക്കിയതും. എന്നാൽ കാലം ഞങ്ങൾക്ക് കാത്തുവെച്ചത് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത വേദനയായിരുന്നു. എൻ്റെ ഏട്ടൻ പോയി. വൈശാലി ഒരു ശില പോലെ നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടവരിൽ ഒരു ഞെട്ടൽ പ്രകടമാക്കി. അവരുടെ സ്നേഹത്തിൻ്റെ അർപ്പണം ഏട്ടത്തിയുടെ ഉദരത്തിൽ ഒരു നാമ്പായി പ്രത്യക്ഷപ്പെട്ടു. അത് ഉറപ്പായതിന് ശേഷമാണ് ഒക്കെ ഇട്ടെറിഞ്ഞ് നിങ്ങളെ ഉപേക്ഷിച്ച് ഏട്ടത്തി ഇറങ്ങിപ്പോന്നത്. മുത്തശ്ശനോട് ഏട്ടൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതിനുള്ള അവസരം കിട്ടിയില്ല. ഇനിയും നിന്നാൽ തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടമാകും എന്നതുകൊണ്ടാവും ഏട്ടത്തി ഇറങ്ങി വന്നത്. പക്ഷെ എൻ്റെ ഏട്ടൻ മരിക്കുന്ന നിമിഷം വരെ അറിഞ്ഞിരുന്നില്ല താനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന്. ആൻറ്റിക്കറിയാം എൻ്റെ ഏട്ടനെ. അന്ന് ആൻറ്റിയല്ലേ എൻ്റെ ഏട്ടനെ സംസ്കരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തത്. സമീറ അവളുടെ വാക്കുകൾക്ക് മുമ്പിൽ ഉരുകി തുടങ്ങി. ഇതേ സമയം മുത്തശ്ശൻ ഒരു തകർച്ചയോടെ ഒരു കസേരയിൽ തൻ്റെ ഇരിപ്പുറപ്പിച്ചു. മരിയമോളുടെ മുഖത്തേക്ക് സമീറ നോക്കി. ആ മുഖം തൻ്റെ മോളെ പോലെയാണെന്ന് അവർക്ക് തോന്നി. തീർന്നില്ല ആൻറ്റി. അവസാനമായി എൻ്റെ ഏട്ടൻ പറഞ്ഞതുപോലും ഏട്ടത്തിയുടെ പേരായിരുന്നു. ഏട്ടൻ്റെ ഫോണിലുണ്ടായിരുന്നു ഏട്ടത്തിയുടെ നമ്പർ. പോരാത്തതിന് അവരുടെ വിവാഹ ഫോട്ടോസും. അതിൽ നിന്നെല്ലാം അവരുടെ ജീവിതം എനിക്ക് മനസ്സിലായി. ഒടുവിൽ ഞാൻ ചെന്ന് നിന്നത് അവരെപ്പോഴും ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഔട്ട് ഹൗസിലും. ചെന്നപ്പോൾ തന്നെ കണ്ടത് ഏട്ടത്തിയെ. സ്വന്തം ഭർത്താവിനെ പ്രതീക്ഷിച്ച് നിന്നവൾക്ക് മുന്നിൽ ഈ ഞാൻ പോയി നിന്നു. ആദ്യം ഒന്നും അറിയിച്ചില്ല. പതിയെ പതിയെ എന്നോട് കരഞ്ഞു ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ പറഞ്ഞു ഇനിയില്ലെന്ന്. ആ നിമിഷം ഏട്ടത്തിയും വീണു. കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഒരു ഭ്രാന്തിയെ പോലെ. ഒന്നും ഓർമ്മയില്ല. എപ്പോഴും കണ്ണേട്ടൻ എന്ന് മെല്ലെ പറയും.
ഒടുവിൽ പ്രസവവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞതും അറിഞ്ഞത് ഏട്ടത്തിയും പോയി എന്ന്. ഇനിയുള്ളത് ഈ മോൾ മാത്രമാണ്. വെറുത്താലും ശപിക്കരുത് ആൻറ്റി. ആരും അവളെ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വൈശാലി മരിയമോളയെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. അപ്പോഴും ഇതെല്ലാം കേട്ട് ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു ശ്രാവണും സമീറയും. സമീറ അപ്പോഴേക്കും താഴേക്ക് പതിച്ചു. റാം സമീറയെ താങ്ങി നിർത്തി. അവളെ മെല്ലെ സെറ്റിയിലേക്ക് ചായച്ചു കിടത്തി. കേട്ടതൊക്കെയും കളവാകാൻ അവർ പ്രാർത്ഥിച്ചു. മുത്തശ്ശൻ പതിയെ എഴുന്നേറ്റ് ആരോടും ഒന്നും പറയാതെ അയാളുടെ വീട്ടിലേക്ക് പോയി. ഇതെല്ലാം വൈശാലി കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആദ്യമേ പ്രതീക്ഷിച്ചതുകൊണ്ട് അവളിൽ വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. മെല്ലെ അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി. വൈശാലി കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഊളിയിട്ടു. കണ്ണുകളിൽ നിദ്ര തഴുകിയതും അവൾ കണ്ണുകൾ പൂട്ടി. സമീറയുടെ ഉള്ളം തൻ്റെ മകളുടെ വേർപാടിൽ നീറിപ്പുകഞ്ഞു. ഇത്രയും അവളെ വെറുക്കാൻ കാണിച്ച മനസ്സിനെ അവൾ ശപിച്ചു. തൻ്റെ മകളെ ഇനി ആ കുഞ്ഞിലൂടെ കാണാൻ അവളുടെ മാതൃഹൃദയം വെമ്പൽ കൊണ്ടു. വേച്ച് വേച്ച് സമീറ ആദിയുടെ മുറിയിലേക്ക് കയറി. ആ കുഞ്ഞു മാലാഖയെ വൈശാലിയെ ചുറ്റി ഉറങ്ങുന്നത് കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വൈശാലി അറിയാതെ ആ കുഞ്ഞിനെ അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കുഞ്ഞു മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുമായി മുറിയിലേക്ക് പോകുമ്പോൾ ജാനിയെ ഗർഭം ധരിക്കുന്നതും അതൊരു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് ശ്രാവണിനോട് തർക്കിച്ചതുമൊക്കെ അവളിൽ നിറഞ്ഞു നിന്നു. ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞതിൽ ഏറ്റവും അധികം ശ്രാവൺ സന്തോഷിച്ച നിമിഷം. അവൾക്കത് അഭിമാനമായിരുന്നു. ജീവന് പെങ്ങൾ എന്നതിനുപരി അവൾ ഒരു മകളായിരുന്നു. തൻ്റെ സന്തോഷകരമായ ജീവിതം കൺമുന്നിൽ തകർന്നടിഞ്ഞത് അവൾ ഓർത്തു. പെട്ടെന്ന് മരിയമോൾ കരച്ചിൽ തുടങ്ങിയതും പണ്ടെപ്പോഴോ ജാനിക്ക് വേണ്ടി താൻ പാടിയ താരാട്ട് പാട്ട് അവൾക്ക് ഓർമ്മ വന്നു. ആരാരോ ആരിരാരോ ആരാരോ ആരിരാരോ മുത്തേ നീ ചായുറങ്ങ് എന്നോമൽ പൊന്നുറങ്ങ് ആരാരോ ആരിരാരോ ആരാരോ ആരിരാരോ. അവളുടെ പാട്ടിൻ്റെ ഈണം ആ കുഞ്ഞ് കാതിൽ പതിഞ്ഞതും കുഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. മരിയമോളെയും കൂട്ടി സമീറ തൻ്റെ റൂമിലേക്ക് പോയി. അവളെ ചേർത്ത് പിടിച്ച് ആ രാത്രി മുഴുവനും കരഞ്ഞു. മകളോട് ചെയ്ത തെറ്റിൻ്റെ പേരിൽ. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. സത്യങ്ങൾ എല്ലാവരിലും പതിഞ്ഞു. എല്ലാവരും ഒക്കെയും മറന്ന് മരിയമോളെ സ്നേഹിക്കാൻ തുടങ്ങി. കൂടെ മുത്തശ്ശനും. അവളുടെ കളിചിരിയിൽ അവരിൽ പുതിയ ജീവൻ മുട്ടിട്ടു. തങ്ങളുടെ മക്കൾ നൽകിയിട്ട് പോയ സ്വത്തിനെ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. ഒരു പുലരിയെ വരവേറ്റ് വൈശാലി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഒക്കെയും കലങ്ങി തെളിഞ്ഞു. അവൾ ആദ്യമായി സന്തോഷത്തോടെ ഉണർന്നു. പതിയെ കുളിയും കഴിഞ്ഞ് അവൾ അടുക്കളയിൽ കയറി. എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെച്ചു. സമീറയ്ക്കും ശ്രാവണിനും അവൾ ജാനിയെ പോലെ തന്നെയായിരുന്നു. എപ്പോഴും കളിച്ചിരികൾ പറഞ്ഞ് വീണ്ടും സന്തോഷത്തിലേക്ക്. ആദ്യ ഡ്യൂട്ടിക്ക് പോയതും വൈശാലി അവൻ്റെ ഷെൽഫിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. പ്രണയവും പ്രണയ നഷ്ടവും ഒക്കെ തൻ്റേതായ രീതിയിൽ എഴുതി ഫലിപ്പിക്കുന്ന എഴുത്തുകാരനോട് അവൾക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. സീതയും സമീറയും മോളുടെ ഒപ്പം അവളുടെ കളികളിൽ കൂടെ നിന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ആദ്യം വരേണ്ട സമയമായി. ഇനിയും വരാത്തത് കണ്ട് വൈശാലിയുടെ ഉള്ളിൽ പേടി ഉടലെടുത്ത് തുടങ്ങി. അവൾ പൂമുഖത്ത് തന്നെ ഇരുന്നു. മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങി. ഇടിയും മിന്നലും ശക്തി പ്രാപിച്ചു. പോരാത്തതിന് കാറ്റും. കാറ്റിന്റെ ശക്തിയിൽ മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് വീഴാൻ തുടങ്ങി. മോളെ ഇങ്ങ് കയറി വാ, അവൻ ചില ദിവസം ഇതുപോലെ വൈകും, അറിയാലോ ജോലിയുടെ കാര്യം. സീത വിളിച്ചു പറഞ്ഞതും അവൾ ഹാളിലേക്ക് കയറി. പെട്ടെന്ന് അവൻ്റെ കാറ് കടന്നു വന്നതും അവൾ പുഞ്ചിരി തൂകി അവിടെ നിന്നു. കാർ പോർച്ചിലിട്ട് അവൻ അകത്തേക്ക് കയറി. ആദ്യേട്ട എന്താ വൈകിയത്? ഡാ ആദി, വൈകുമെങ്കിൽ പറഞ്ഞൂടെ, അവൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല. സോറി മമ്മ, ഞാൻ പറയാൻ മറന്നു. രണ്ടാളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. വൈശാലി ഇടയ്ക്കെപ്പോഴും ആദിയെ നോക്കിയതും തന്നെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. എന്താ ആദ്യേട്ടാ? ഒന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയെ നോക്കിയതാണ്. എന്തേ? അവള് ചുണ്ടുകൾ മലർത്തി അവനോട് ഗോഷ്ടി കാണിച്ചു. അവൻ കഴിച്ചു കഴിഞ്ഞതും അവൾ ഒപ്പം എണീറ്റു. ആദ്യം മുറിയിലേക്ക് കയറിപ്പോയി. വൈശാലി പാത്രമൊക്കെ എടുത്തു കൊണ്ടുപോയി കഴുകി ശരിയാക്കി വെച്ചു. നേരെ മുറിയിലേക്ക് കയറി. അവളെ നോക്കിയതും ആദ്യം കുളിക്കാൻ കയറിയിരുന്നു. അവൻ്റെ മുറിയോട് ചേർന്നുണ്ടായിരുന്ന ബാൽക്കണിയിലേക്ക് അവൾ പോയി. ചുറ്റും ഇരുട്ട് പടർന്നു കിടക്കുന്ന ആ പശ്ചാത്തലം, അങ്ങങ്ങ് ചെറിയ വെളിച്ചം പരന്നു കിടക്കുന്നു. നിലാവിൻ്റെ ഭംഗി അവൾ അറിയുകയായിരുന്നു. പെട്ടെന്ന് തനിക്ക് പിറകിൽ ആദിയുടെ സാന്നിധ്യം അറിഞ്ഞതും അവളൊന്ന് തിരിഞ്ഞു. എന്താണ് ഭാര്യ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? വെറുതെ. അവനിൽ നിന്നും മുഖം പിൻവലിച്ച് അവൾ പറഞ്ഞു.
പെട്ടെന്ന് ആദ്യ തന്നെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചതും അവളൊന്ന് ഭയന്നു. അവൻ്റെ കൈകൾ അവളെ മെല്ലെ പുണർന്നു. ഐ ലവ് യു അവൻ അവളോട് പറഞ്ഞതും അവൾ അതിനൊരു പുഞ്ചിരി നൽകി. ശേഷം അവൻ്റെ കവിളിൽ അവൾ സ്നേഹത്തോടെ ഉമ്മ കൊടുത്തു. അവളിൽ നിന്നും വമിക്കുന്ന സുഗന്ധം അവനിലൊരു പ്രത്യേക അനുഭൂതി പകർന്നു നൽകി. അവളുടെ ഈ സാമീപ്യം അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റം നടത്തുന്നുണ്ടായിരുന്നു. അവളെ കൈകളിൽ കോരിയെടുത്ത് അവൻ മുറിയിലെ ബെഡിൽ കിടത്തി. ഇതെല്ലാം കണ്ട് വൈശാലി ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു. അവൻ അവളുടെ മുന്നിലിരുന്നു. നിന്റെ പൂർണ്ണ അനുവാദത്തോടെ ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ വൈശാലി? അവൻ പ്രണയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അവളിൽ നാണം മുട്ടിട്ടു. മൗനമായ ഒരു പുഞ്ചിരിയോടെ അവൻ അവൾ സമ്മതം നൽകി. അവളുടെ മേലേക്ക് അവൻ ചാഞ്ഞു. അവളിലേക്ക് ചുംബനങ്ങൾ ഒരു മഴയായി പെയ്തിറങ്ങി. അവളിലെ ഓരോ അണുവിലും ആദ്യം തൻ്റെ പേര് മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവനിലേക്ക് അവൾ രേഖപ്പെട്ടു. അതിൻ്റെ തെളിവെന്നോണം ചുവപ്പ് തുള്ളികൾ അവളിൽ നിന്നും അടർന്നു വീണു. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവൾ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. അവളുടെ തലയിൽ തലോടി അവന് എപ്പോഴും ഉറക്കത്തെ തേടി. പിറ്റേന്ന് ആദ്യ കണ്ണുകൾ തുറന്നതും കണ്ടത് വൈശാലിയാണ്. കുളിച്ചു തോർത്തുകൊണ്ട് തല കെട്ടി അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവൾ സിന്ദൂരച്ചപ്പെടുത്തതും ആദ്യ വേഗം അത് അവളിൽ നിന്നും പിടിച്ചു വാങ്ങി. പെട്ടെന്ന് അവൻ്റെ മുഖം കണ്ടതും അവളുടെ മുഖത്ത് നാണം തത്തിക്കളിച്ചു. ദേ ആദ്യേട്ടാ, അതിങ്ങ് തന്നേ, അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പെട്ടെന്ന് ആദ്യ അവളുടെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തി. ഇതെൻ്റെ അവകാശമാണടി പെണ്ണേ. അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് ഒന്നോടി മുഖം അടുപ്പിച്ചതും അവൾ അവനെ തള്ളി മാറ്റി. അതെ, പോയി കുളിച്ചിട്ട് വന്നേ, അപ്പയും അമ്മയും ഇപ്പം എന്നെ വിളിക്കും. ഓ, അവർ വിളിക്കട്ടെ, നീ ഇങ്ങ് വന്നേ എൻ്റെ വൈശു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചതും വൈശാലി അവൻ്റെ വയറിൽ ഒരു നുള്ളും കൊടുത്ത് താഴേക്ക് ഇറങ്ങി ഓടി. അവൻ നേർത്ത ഒരു ചിരിയാലെ അവളെ നോക്കി കണ്ണിറുക്കി. അവരുടെ സന്തോഷ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴാൻ അധിക നേരം വേണ്ടി വന്നില്ല.